ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളുടെ മോർണിംഗ് വാക്ക് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം രാവിലെ നേരം വെളുത്ത് വരുന്ന സമയത്താണ് ഞങ്ങൾ രണ്ടുപേരും കൂടി നടക്കാനായിട്ട് പോകുന്നത്. ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു ക്യാപ്പ് ഇടാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ നടക്കുന്ന സമയത്ത് എപ്പോഴും കുറച്ചൊരു ലൂസ് ആയിട്ടുള്ള ഷർട്ടാണ് ഇടുന്നത്. എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? അതിന് മുമ്പായിട്ട് നമുക്ക് ഷൂവും ഷോക്സും കൂടി ഇടാണ്ട്. എപ്പോഴും നടക്കുന്ന സമയത്ത് ചെരുപ്പിനെക്കാട്ടി നല്ലത് ഷൂവും ഷോക്സും കൂടി ഇട്ട് നടക്കുന്നതാണ്. അപ്പോൾ നടക്കുന്ന ഫീല് അറിയില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ട് വാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞങ്ങൾ ഈ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ മുറ്റത്തായിട്ടും അല്ലെങ്കിൽ ഞങ്ങളുടെ റോട്ടിന് മുമ്പിലുള്ള റോട്ടിലായിട്ടും ഒക്കെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വായുവിനെ ഈ സമയത്ത് അഴിച്ചിടും. അപ്പോൾ വായു ഉണ്ടാവും ഗേറ്റിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഗേറ്റിൻ്റെ സൈഡിലായിട്ട് ഈ കാണുന്നത് എൻ്റെ വെറ്റില ചെടിയാണ്. വെറ്റിലയ്ക്ക് ആവശ്യമുള്ള സമയത്ത് ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് വെറ്റില പറിച്ചുകൊണ്ട് പോകാറുണ്ട്. ഈ വർഷത്തെ ഡിസംബർ മാസം അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. ഒരുപാട് വർഷങ്ങളായി ഞങ്ങളിങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. ഫസ്റ്റ് ഞാൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്കൊരു ബാക്ക് പെയിൻ വന്നിട്ട് ഡിസ്ക് ബൾജൊക്കെ വന്ന സമയത്ത് എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടൊക്കെ തുടങ്ങിയ സമയത്താണ് ശരിക്കും ചെറുതായിട്ട് നടന്നു തുടങ്ങി. പിന്നെ ഞാൻ അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കാനായിട്ട് തുടങ്ങിയത്. അതിന് മുമ്പ് തന്നെ പ്രതിവട്ടം സ്ഥിരമായിട്ട് നടക്കുന്ന ആളാണ് കേട്ടോ. ചെറുപ്പത്തിൽ മക്കളൊക്കെ നടക്കുകയായിരുന്നു. നല്ല രാവിലെയുള്ള ഈ മോർണിംഗ് വാക്ക് ശരീരത്തിന് എത്രത്തോളം മനസ്സിനും അതുപോലെ തന്നെ അത്രത്തോളം നല്ലതാണ് എന്നുള്ളത് നമ്മൾ നടന്നു കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് മനസ്സിലാവുള്ളൂ. ഈ സൈഡിലായിട്ടുള്ള പാടത്തിന്റെ സൈഡിലൂടെയാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ജെയിൻ ടാരോ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രോപ്പിക്കൽ പ്ലാന്റ് ആണ്. ഇതിപ്പോ ഒരുപാട് വിലയുള്ള പ്ലാന്റ് ആണ് കേട്ടോ. കാണുമ്പോൾ പാടത്താണ് ഉള്ളത്. ഒരുപാട് ആളുകൾ ഇവിടെ ഞങ്ങൾ നടക്കുന്ന സമയത്ത് വന്ന് പറിച്ചു കൊണ്ടുപോകുന്നതൊക്കെ കാണാനായിട്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ പറയുന്ന പേര് ആനച്ചേമ്പ് അല്ലെങ്കിൽ ആനച്ചെവിയൻ ചേമ്പ്, സീമച്ചേമ്പ് എന്നൊക്കെ ആയിരിക്കും. ഫുൾ ഗ്രോത്ത് എത്തിയ പ്ലാന്റ് ഏകദേശം നഴ്സറിയിൽ കിട്ടുന്നത് 2500 to 4000 റേഞ്ചിലാണ്. അതിലൂടെ നടന്നെത്തി ഞങ്ങൾ എത്തുന്നത് ഒരു വലിയ പാടത്തിന്റെ സൈഡിലേക്കുള്ള റോഡിലാണ്. ഇവിടെ എത്തുന്ന സമയത്ത് ഞാൻ പലപ്പോഴും കുറച്ചു നേരം അവിടെ നിന്നിട്ട് ഈ ആകാശത്തിന്റെ നിറങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കും. ഓരോ ദിവസം ഓരോ നിറങ്ങളായിരിക്കും ആകാശത്ത്. അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് കുറച്ച് നേരമെങ്കിലും നിന്ന് അതൊക്കെ ഒന്ന് നോക്കുന്നത് ഒരു മെഡിറ്റേഷന് തുല്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ പ്രകൃതിക്ക് അല്ലെങ്കിൽ നമ്മുടെ നേച്ചറിന് നമ്മുടെ മനസ്സിനെ ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു പവർ ഉണ്ട്. നമുക്ക് എന്ത് പ്രോബ്ലംസ് വരികയാണെങ്കിലും നമ്മളൊരു ടൂറിനോ അല്ലെങ്കിൽ ഈ മലകളൊക്കെ ഉള്ള ഭാഗത്തായിട്ട് പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി മൈൻഡ് ഒന്ന് ലൈറ്റ് ആയ പോലെ തോന്നും. അതുകൊണ്ട് തന്നെ എത്ര ഹെക്ടിക് ലൈഫാണെങ്കിലും രാവിലെ കുറച്ച് സമയം നമ്മൾ നടക്കാനായിട്ട് ഇതുപോലെയുള്ള റോഡിന്റെ സൈഡിലൂടെ പോവുകയാണെങ്കിൽ നമുക്കൊന്ന് ശരിക്കും മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആവും. നിങ്ങൾ ഈ കാണുന്നത് മീൻ പിടിക്കാനായിട്ട് വന്നിട്ടുള്ള ഫിഷിങ്ങിനായിട്ട് വന്നിട്ടുള്ള ആളുകളെയാണ്. ഇവിടെ ഒരുപാട് പേര് ഫിഷിങ്ങിനായിട്ട് വരാറുണ്ട്. എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ ഞാൻ അവർ മീൻ പിടിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇടാനായിട്ട് നോക്കാം. ഇന്ന് വീഡിയോ എടുക്കുന്നത് കാരണം എൻ്റെ നടത്തൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പ്രതിവേട്ടൻ അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു നടക്കുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്ന പശുവിൻ്റെ പാലാണ് കേട്ടോ ഞങ്ങൾ മേടിക്കുന്നത്. അപ്പോൾ രാവിലെ ഈ പാടത്താണ് ഈ പശുക്കൾ മേയാനായിട്ട് ഇറങ്ങുന്നത്. അപ്പം ഞങ്ങളുടെ പാല് നല്ല ഫ്രഷ് പാലായിരിക്കും. നല്ല പുല്ലൊക്കെ തിന്ന പശുക്കളാണ് കാണുന്നത്. ഞങ്ങൾ എന്നും നടക്കാൻ വരുന്ന സമയത്ത് കാണുന്ന ഒരു കപ്പിളാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഞങ്ങൾ ഈ മോർണിംഗ് വാക്കിൻ്റെ ഇടയിലായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു പൂവോ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ അവിടെ സ്റ്റക്കാവും. അതുപോലെ കിളികൾ കണ്ടാലോ അവിടെ സ്റ്റക്കാവും. ഇതിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന മുമ്പ് തന്നെ ഞാൻ അങ്ങനെ തന്നെയാണ്. യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് എന്നൊന്നും അറിഞ്ഞുകൂടാതെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പം ചെറിയ ചെറിയ മിസ്റ്റേക്സും ക്യാമറ പിടിക്കുന്ന ആംഗിളും ഒക്കെ തെറ്റൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം അങ്ങനെ ചെയ്തു പോകുന്നതാണ്. ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുണ്ടെന്ന് എനിക്കറിയാം. വീഡിയോസൊന്നും അത്ര നന്നാവുന്നില്ല എന്നും എനിക്കറിയാം. എന്നാലും നമുക്ക് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് ഇനിയും ബെറ്ററാക്കി ചെയ്യാനുള്ള ശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഒരുപാട് ദിവസങ്ങളായി വിചാരിക്കുന്ന ഒരു മോർണിംഗ് വാക്കിൻ്റെ വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ നമുക്ക് അതിനുള്ളൊരു സാഹചര്യം ഒത്തു വരാത്തതുകൊണ്ടാണ് ഇന്ന് ഏതായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ തിരിച്ചു വരുന്നത് എന്നും വരുന്ന വഴിയിലൂടെയല്ല കേട്ടോ. കാരണം ആ ഭാഗത്തായിട്ട് ഒരു മരണം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ തിരിച്ച് ആ വഴി കൂടെ പോകണ്ടെന്ന് വിചാരിച്ചു. വേറൊരു ചുറ്റിയിട്ടുള്ള ഒരു വഴിയുണ്ട്, ഒരു കയറ്റമൊക്കെ ഉള്ള ആ ഭാഗത്തിലൂടെയാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കായിട്ട് നടക്കുന്നത്. എനിക്ക് ഡിസ്ക് ബൾജൊക്കെ ഉള്ളത് കാരണം ഈ വഴി അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. ആദ്യം വർഷങ്ങൾ മുമ്പൊക്കെ ഞാൻ ഈ വഴിക്ക് വന്നിട്ടുണ്ടെങ്കിലും പിന്നീട് എനിക്ക് നടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നതുകൊണ്ട് ഞാൻ മറ്റേ വഴിയിലൂടെ തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഇന്ന് ഏതായാലും വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇതിലൂടെ കയറുകയാണ്. അപ്പം ദൂരത്തായിട്ട് നിന്നിട്ട് ഒരാൾ ഞങ്ങളെ ഞാൻ നോക്കി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ പുതിയ ആൾക്കാരാണല്ലോ ഈ വഴിക്ക്, കുറേ കാലങ്ങളായിട്ട് കാണാത്തതല്ലേ. ഇനി കയറ്റം കഴിഞ്ഞിട്ടോ, ഇനി ഇറക്കം തുടങ്ങുകയാണ്. ആ ഭാഗത്തുള്ള വീടുകളിലൊക്കെ നമ്മുടെ മാവ് നല്ല പൂത്ത് നിൽപ്പുണ്ട്. അതുകൂടാതെ അവർ സ്റ്റാൾസ്, നമ്മുടെ ന്യൂ ഇയറും ക്രിസ്മസൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സ്റ്റാൾസൊക്കെ നല്ലോണം കാണാം. അതുപോലെ തന്നെ എല്ലാ വീടുകളിലും നല്ല നല്ല ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ മോർണിംഗ് വാക്ക് അവസാനിച്ചിരിക്കുകയാണ്. ഇനി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. പേരിന് കമ്പനിയിൽ പോകാൻ ടൈം ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാനും പേരിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് കമ്പനിയിൽ പോകും.
അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ, ചെടികളും കാര്യങ്ങളൊക്കെ ക്ലീനിങ്ങും വാഷിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്കിവിടെ സ്റ്റാർട്ട് ആവുകയാണ്. ഈ മോർണിംഗ് വാക്ക് എനിക്ക് തരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഒരു വലിയ ഒരു കാര്യമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എന്നും ഫ്രഷ് ആയിട്ട് ഒരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു വേറെ തന്നെ വൈബാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.